ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാതെ, നമ്മളുടെ സന്ധിക്കുണ്ടാകുന്ന നീർക്കെട്ട്, വേദന തുടങ്ങിയവ ഒന്നും വരാതെ, നമ്മളുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടുന്ന ഒരുപാട് വൈറ്റമിൻ സിന്റെ റിച്ചസ്റ്റ് സോഴ്സ്, ദഹനം കൃത്യമാക്കി നടത്തുന്ന, നമ്മളുടെ രോഗപ്രതിരോധ ശേഷി ഒരുപാട് നൽകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രൂട്ട്സ് കൊണ്ടാണ് നമ്മളുടെ 95 ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഓരോ രോഗിയെയും തേടി പിടിച്ച് നൽകേണ്ടതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ 95? അല്ല. ആരോഗ്യം, എനിക്ക് ആരോഗ്യം വേണം, എന്റെ ശരീരം എന്നും ആരോഗ്യത്തോടു കൂടി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഓൺ ആൻഡ് ഓണിന്റെ 95. ഇത് ഒരു സാഷേ വീതം നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഈ ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിത ശൈലിയിൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ? അതിനോട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ യഥേഷ്ടം ആന്റി ഓക്സിഡൻസിന്റെ ആവശ്യകതയുണ്ട്. അപ്പം എത്രത്തോളം ഫ്രീ റാഡിക്കൽസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നോ അതിനോടനുസരിച്ച് ഫ്രീ റാഡിക്കൽസിനോട് പൊരുതാൻ വേണ്ടിയിട്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് എപ്പോഴും നോർമൽ ലെവലിലായിരിക്കും ഉണ്ടാവുക. അതേസമയം ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഒരു തുലാസ്, ഈ ഒരു ത്രാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽസിന്റെ തട്ട് എപ്പോഴും ഉയർന്നായിരിക്കും നിൽക്കുക. അതേസമയം നമ്മൾ അകത്തേക്ക് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ആന്റി ഓക്സിഡൻസ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആന്റി ഓക്സിഡൻസിന്റെ തട്ട് എപ്പോഴും താഴ്ന്നാണ് ഇരിക്കുക. അപ്പം നമ്മൾ പുറമേ നിന്നും ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഇത്തരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഈ ഫ്രീ റാഡിക്കൽസിനെ പിടിച്ചു കെട്ടാനായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഓൺ ആൻഡ് ഓണിന്റെ 95. 9 ലക്ഷം ഒറാക് വാല്യൂ അടങ്ങുന്നതായിട്ടുള്ള 95 എന്നിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി. അതൊരു ലാബിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റിലൂടെ എന്താണ് കണ്ടുപിടിക്കുന്നത്? TAC ആണ്. അതായത് ടോട്ടൽ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി. ഒരു വസ്തുവിന്, ഒരു ഭക്ഷണ പദാർത്ഥത്തിന് അല്ലെങ്കിൽ ഒരു ഫലത്തിന് എത്രത്തോളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് എന്ന് നിർണയിക്കുന്ന ഒരു പരിശോധന, ഒരു ലബോറട്ടറി ടെസ്റ്റ് ആണ് ഈ ഒറാക് എന്ന് പറയുന്നത്. അപ്പം അതുവഴി കണ്ടെത്തിയിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിന് എത്രയാണ് ആന്റി ഓക്സിഡൻസ്, ടോട്ടൽ ആന്റി ഓക്സിഡൻസ് വാല്യൂ 9 ലക്ഷമാണ്, അല്ലെങ്കിൽ 9 ലക്ഷത്തിൽ അധികമാണ്. ലോക ആരോഗ്യ സംഘടന പറയുന്നത് ശരാശരി ഒരു മനുഷ്യന് 3000 മുതൽ 5000 വരെ യൂണിറ്റ്സ് ഓഫ് ഒറാക് ആണ് ഒരു ദിവസം വേണ്ടത്. അപ്പോൾ ഇത്രയധികം ഒറാക് വാല്യൂ, ഈ യൂണിറ്റ്സ് ഓഫ് ആന്റി ഓക്സിഡൻസ് നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ടോ? വലിയൊരു ചോദ്യചിഹ്നമാണ് അല്ലെ? നമുക്കൊന്നിനും സമയമില്ല ഇന്ന് അല്ലെ? നമ്മൾ ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കുന്നില്ല, നമ്മൾ ഫലങ്ങൾ കഴിക്കുന്നില്ല, നമ്മൾ ഇതെല്ലാം മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന ഈ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്, വെജിറ്റബിൾസിൽ എത്രത്തോളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം പല വിധത്തിലുള്ള രാസവസ്തുക്കളൊക്കെ തളിച്ചിട്ടാണ് ഈ പറയുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മളുടെ വിപണിയിൽ ഇന്ന് വരുന്നത്. 95 എത്രത്തോളമാണ് ഒറാക് അടങ്ങിയിട്ടുള്ളത്? 30,000 ഒറാക് വാല്യൂ ആണ് നമ്മളുടെ 95 അടങ്ങിയിട്ടുള്ളത്. അതായത് ഒരു സാഷേ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ 10 ആപ്പിൾ കഴിക്കുന്നതിന്റെ ഫലമാണ് കിട്ടുന്നത്. നമുക്കറിയാം, ഒരു ആപ്പിൾ കഴിക്കുന്നതിലൂടെ an apple a day keeps the doctor away എന്നാണ് അല്ലെ? ഒരു ആപ്പിള് നിങ്ങൾ ദിനവും ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാനായിട്ട്, അതായത് നിങ്ങൾക്ക് രോഗം വരാനുള്ള ചാൻസസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു 95ന്റെ ഒരു സാഷേ നിങ്ങൾക്ക് തരുന്നത് 10 ആപ്പിളിന്റെ ഫലമാണ്. അപ്പം അത്രയധികം രോഗപ്രതിരോധ ശേഷിയാണ് കേവലം ഒരു സാഷേ നിങ്ങൾക്ക് നൽകുന്നത്. ഇനി ഈ 95 എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് നമ്മളുടെ ഓരോ പ്രൊഡക്ട്സിന്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ വെൽഹാർട്ട് എടുക്കുകയാണെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും യോജിച്ചത്, ഉചിതമായത് എന്ന് ആയുർവേദം പറഞ്ഞതിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നീർമരുതിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഈ 95 എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫ്രൂട്ട്സിലൊക്കെ ഈ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് കൊണ്ടല്ല നമ്മളുടെ 95 ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും അധികം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പിനേഷൻ ആണ്
ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പിനേഷനാലാണ് നമ്മളുടെ ഈ ഒരു 95 ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും അധികം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് ബെറി പഴങ്ങളിലാണ്. അപ്പം അക്കായ് ബെറി, ഗോജി ബെറി, ബ്ലൂബെറി, ബ്ലാക്ക് ബെറി തുടങ്ങിയിട്ടുള്ള ബെറി പഴങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ നോനി, കറ്റാർ വാഴ, നെല്ലിക്കയും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ബെറി പഴങ്ങള് കേവലം ആന്റി ഓക്സിഡൻസ് മാത്രമല്ല നമുക്ക് നൽകുന്നത്. ഓരോ ബെറി പഴങ്ങൾക്കും ആന്റി ഓക്സിഡൻസിന് പുറമെ ഒരുപാട് കർമ്മങ്ങൾ അവ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ സ്ട്രോബെറിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ സംരക്ഷിക്കുന്നതിൽ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ബ്ലാക്ക് ബെറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ബ്ലാക്ക് ബെറി. ക്രാൻബെറി ആസ്മ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് തുടങ്ങിയവയൊക്കെ വരാതെ സംരക്ഷിക്കുന്നതാണ്. ബ്ലൂബെറിയിലാകട്ടെ ആന്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. അതായത് വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറേ കാലത്തേക്ക്, അതായത് ഇപ്പോൾ ഒരു 50 വയസ്സിൽ നമ്മൾക്ക് സന്ധിവേദന വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂബെറി കഴിക്കുന്നതിലൂടെ അതൊരു 80-90 വയസ്സിലേക്ക് തള്ളി നീക്കാനായിട്ട് കഴിവുള്ളതാണ്. അതിനെയാണ് നമ്മൾ ആന്റി ഏജിങ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബ്ലൂബെറിക്ക് ഉള്ളത്. റാസ്ബെറിയിലാകട്ടെ ഒരുപാട് നാരടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദഹനമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതിൽ വലിയൊരു പങ്കാണ് റാസ്ബെറി വഹിക്കുന്നത്. ഇതിനു പുറമെ ഞാൻ പറഞ്ഞതുപോലെ നെല്ലിക്ക, നോനിപ്പഴം, കറ്റാർ വാഴയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് നെല്ലിക്കയ്ക്ക് ഉള്ളത്. നമ്മളുടെ രക്തത്തിലെ ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിൽ വലിയൊരു പങ്കാണ് നെല്ലിക്ക വഹിക്കുന്നത്. ഏറ്റവും അധികം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ്. ഒരുപാട് രോഗപ്രതിരോധ ശേഷിയാണ് നെല്ലിക്കയ്ക്കുള്ളത്. ആയുർവേദത്തില് നെല്ലിക്കയെ വയസ്ഥാപനത്തിൽ അഗ്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾക്ക് ഈ ഒരു വാർദ്ധക്യജന്യമായിട്ടുള്ള ഒരു രോഗങ്ങളെ കുറേ കാലത്തേക്ക് തള്ളി നിർത്താനായിട്ട് കഴിവുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫലമായി പറഞ്ഞിരിക്കുന്നതാണ് നെല്ലിക്ക. ഇനി നമ്മൾ നോനി പഴങ്ങളെ എടുക്കുകയാണെങ്കിൽ നാരടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മളുടെ ദഹനം, നമ്മളുടെ അൾസർ, അസിഡിറ്റി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ സംരക്ഷിക്കുന്നതാണ്. കറ്റാർ വാഴയാകട്ടെ 200-ലധികം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. അപ്പം നോക്കിയാല് ഒരുപാട് ആന്റി ഓക്സിഡൻസ് തീർച്ചയായിട്ടും ഈ ഒരു 95 ഉണ്ട്. അതിനു പുറമെ